നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അയാൾ വെല്ലുവിളിക്കുന്നത് എന്തിനെയാണ്? എനിക്കെതിരായ കേസിൽ ഞാൻ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമല്ലോ. അതിന് വെല്ലുവിളിക്കുന്നത് എന്തിനാണെന്നും സതീശൻ ചോദിച്ചു. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. അതുകൊണ്ടാണ് നോട്ടീസിന് മറുപടി കൊടുത്തത്. അദ്ദേഹം 2 കോടി രൂപയുടെ മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാണ് നോട്ടീസ് അയച്ചത്. കേസ് കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം 10 ലക്ഷമായി എങ്ങനെ കുറഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കോടതിയിൽ കേസ് നടക്കുമ്പോൾ അപ്പോഴല്ലേ തെളിവ് നൽകേണ്ടത്? അത് തുടങ്ങിയിട്ടുണ്ടല്ലോ. തെളിവ് ഹാജരാക്കിക്കൊള്ളാമെന്ന് മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കടകംപള്ളിക്കെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ദ്വാരപാലക ശില്പം ആർക്കാണ് കൊടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അന്നത്തെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു എന്ന് കോടതിയാണ് പറഞ്ഞത്. എന്തായാലും ദ്വാരപാലക ശില്പം വാങ്ങിച്ചത് ഒരു കോടീശ്വരനായിരിക്കുമല്ലോ. പാവപ്പെട്ട ആർക്കും അത് വാങ്ങാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ ഒരു കച്ചവടം നടത്തി എന്നിട്ട് വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കിയാണ് ചെന്നൈക്ക് കൊടുത്തുവിട്ടത്. അന്നത്തെ കാലത്തെ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അവിടെ നടന്നത് അദ്ദേഹം അറിയണ്ടേ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. പത്മകുമാർ CPM-ന്റെ മുൻ MLA ആയിരുന്ന ആളാണ്. CPM നിയമിച്ച ആളുകൾ അവിടെ ചെയ്യുന്നത് മന്ത്രി അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടേക്ക് പറഞ്ഞുവിട്ടതും അദ്ദേഹമാണ്. അതിന്റെ തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വെല്ലുവിളിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ചുണയുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളി. എല്ലാം കോടതിയും ജനങ്ങളും കാണട്ടെ എന്നും കടകംപള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു. പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേരിന്റെ ഒരംശം പോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് നിങ്ങളെന്ന് തെളിയിച്ചു. എങ്കിലും പറയുകയാണ്, രാഷ്ട്രീയം മാന്യമായി പ്രവർത്തിക്കാനുള്ളതാണ്. താൻ എന്റെ പേര് ഈ വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് മാസങ്ങളായില്ലേ? ചുണയുണ്ടെങ്കിൽ താൻ തന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ നാളെ കോടതിയിൽ ഹാജരാക്ക്. കോടതിയും ജനങ്ങളും കാണട്ടെ എന്ന് വി.ഡി. സതീശനെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. കടകംപള്ളി സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വി.ഡി. സതീശനെതിരെ ഞാൻ ഫയൽ ചെയ്തിരിക്കുന്ന മാനനഷ്ട ഹർജിയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്ത നൽകുന്നത് ഇന്നലെ മനോരമ ന്യൂസാണ്. അത് തെറ്റാണെന്നും കോടതിയിൽ എന്താണ് നടന്നത് എന്നുമുള്ള എൻ്റെ വക്കീലിൻ്റെ പ്രസ്താവന ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും മീഡിയ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം നടന്നിരിക്കുന്ന തോന്നിവാസമാണ് നിങ്ങൾ കമൻറ്റിൽ കാണുന്നത്. ഇത് എന്തൊരു തരം മാധ്യമ പ്രവർത്തനമാണ്? എല്ലാ മീഡിയയിലും ഒരു ടെംപ്ലേറ്റിൽ ഒരു വ്യാജ വാർത്ത വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതിൻ്റെ സോഴ്സ് ഒന്നായിരിക്കുമെന്ന്. ആ സോഴ്സ് ആരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇനി സതീശനോടാണ്. സതീശ, നേരിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് നിങ്ങളെന്ന് തെളിയിച്ചു. എങ്കിലും പറയുകയാണ്, രാഷ്ട്രീയം മാന്യമായി പ്രവർത്തിക്കാനുള്ളതാണ്. താൻ എൻ്റെ പേര് ഈ വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് മാസങ്ങളായില്ലേ? ചുണയുണ്ടെങ്കിൽ താൻ തൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ നാളെ കോടതിയിൽ ഹാജരാക്ക്. കോടതിയും ജനങ്ങളും കാണട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. അതേസമയം സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് മനോരമ ന്യൂസ് നൽകിയ വാർത്ത അടിസ്ഥാനരഹിതവും കോടതി അവഹേളിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. LDF നേതാവിന്റെ അഡ്വക്കേറ്റ് എഴുതിയ കുറിപ്പ് പങ്കുവച്ചായിരുന്നു പോസ്റ്റ്.